കോട്ടയ്ക്കലിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗത പകരാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ രംഗത്ത്. ചൊവ്വാഴ്ച രാവിലെ 6:30 കാവതികുളം പുത്തൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നാണ് വാക്ക് വിത്ത് തങ്ങൾ പദയാത്ര ആരംഭിച്ചത്. കായിക രംഗത്ത് വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ള മണ്ഡലമാണ് കോട്ടയ്ക്കലെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഇരുമ്പിളിയത്തും പകരനെല്ലൂരും സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചത് കായിക മേഖലയോടുള്ള തന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യമുള്ള ഗ്രൗണ്ട് അടക്കമുള്ള കായിക കേന്ദ്രം നിർമ്മിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും തങ്ങൾ പറഞ്ഞു. കായിക രംഗത്ത് വളരെ വലിയ മുന്നോക്കമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയും പ്രദേശവുമാണ്. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇരുമ്പിളിയത്തും പകരനെല്ലൂരിലുമൊക്കെ അതിന് ആവശ്യമായ സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു പുതിയ ഏറ്റവും നല്ല ഒരു കായിക കേന്ദ്രം ഗ്രൗണ്ട് അടക്കം വലിയ സംവിധാനത്തോടു കൂടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ഈ പിന്നിലുള്ള ഒപ്പമുള്ള മുഴുവൻ ആളുകളും പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ കേന്ദ്രീകരിച്ച് കായിക പ്രേമികളായ ആളുകൾ ഒരുപാടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവർക്കൊക്കെ ഗുണകരമാകുന്ന തരത്തിലൂടെയുള്ള ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ അതിനാവശ്യമായൊരു നടപടി സ്വീകരിക്കണം എന്നാഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ യുവാക്കളുടെ വലിയ പിന്തുണയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. നിലവിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയങ്ങൾ വികസനത്തിന്റെ തെളിവായി UDF ഉയർത്തിക്കാട്ടുന്നു. രാവിലെ നടന്ന പദയാത്രയിൽ കായിക പ്രേമികൾക്കൊപ്പം UDF നേതാക്കളും നാട്ടുകാരും അണിനിരന്നു. വോട്ടർമാരെ നേരിൽ കണ്ടും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞും പ്രചാരണം ആവേശത്തോടെ മുന്നേറുകയാണ്. ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.